മാറി നടക്കുകയായിരുന്നു. ഇതുപോലുള്ള ആളുകളോട് ഡീൽ ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാ. നല്ല ഓപ്പർച്യൂണിറ്റി തന്നതിന് വളരെ നന്ദി. അമൂല്യ വാ, ആദ്യം പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് വരാം. ഇനി ഡ്രസ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പോവല്ലേ. അതെന്താ, വേറെ ഡ്രസ്സില് വീട്ടിൽ പോകാൻ പാടില്ലെന്നുണ്ടോ അമൂല്യ? അങ്ങനെയൊന്നും അല്ല ചേച്ചി. എനിക്ക് എന്തായാലും ഈ ഡ്രസ്സിൽ പോകാൻ പറ്റില്ല. നീയും കൂടെ വാ. ആയിക്കോട്ടെ, ഇനി അതിനൊരു കുറവ് വേണ്ട. ഒരു ദിവസം ഒരു ഡ്രസ്സ് മാത്രം ഇട്ടു എന്നുള്ള ഒരു പ്രശ്നവും ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡ്രസ്സ് മാറി മാറിയിട്ട് ഡിഫറെന്റ് ലുക്കില് നമുക്ക് പൊളിക്കാലോ. നീ ഇങ്ങനെ കൊഞ്ചല്ല പെണ്ണേ. ഇന്ന് എന്തായാലും അടിച്ചു പൊളിക്കാം. ഒട്ടും കുറയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. അതല്ല അമൂല്യ, നിന്നെ വേദാന്ത് ചേട്ടനെയും കുറിച്ച് ആ ഹീറോയിൻ അമൃത എന്തു പറയുന്നുണ്ടായിരുന്നല്ലോ, അതെല്ലാം സത്യാണോ? എല്ലാരും ഇത് തന്നെ ചോദിക്കുന്നേ. ഇപ്പൊ നീയും കൂടെ. അല്ല മോളെ, അങ്ങനെയല്ല. എനിക്കുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ എന്തോ ഒരു സംശയം. അയ്യോ ചേച്ചി, തമാശയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ടേ. തമാശയ്ക്ക് വേണ്ടി പോലും ഇത് നിങ്ങളുടെ ചേട്ടനോട് പോയി പറയല്ലേ. എങ്ങാനും കേട്ടാ അതോടെ എന്റെ കാര്യം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. എനിക്കങ്ങനെ തോന്നുന്നേ. ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കും. അയ്യോ ചേച്ചി, അങ്ങനൊന്നും ചിന്തിക്കല്ലേ. അന്നൊരു ദിവസം ഓഫീസിൽ പെട്ടുപോയപ്പോ അതൊരു ന്യൂസ് ആയതാ. ഇപ്പൊ നോക്കി ഇതും അതുപോലെ തന്നെ. അതിലും കഷ്ടമായിന്നാ തോന്നുന്നേ. പിന്നെന്തിനാ അവൾ അങ്ങനെ പറഞ്ഞത്? അയ്യോ, അതൊരു വലിയ കഥ. ആള് ഞങ്ങളെ കുറിച്ചേ നന്നായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി അന്ന് അങ്ങനെയൊക്കെ ഒന്ന് പറയേണ്ടി വന്നു. അതുകൊണ്ടാ അതിപ്പോ ഈ അവസ്ഥ വരെ എത്തിപ്പെട്ടു. ചേച്ചി നടക്ക്. ചേച്ചി, ഞാനൊന്ന് വാഷ്റൂം പോയി വരാവേ. താങ്ക്സ് ഫോർ കമ്മിങ്. അത് കഴിഞ്ഞ് പിന്നെ അമൂല്യെ കണ്ടില്ലല്ലോ. ഞാൻ പോയ കാര്യം ഒന്ന് പറയണേ. ഒരു കാരണവശാലും പറയില്ല. ബൈ. ഹലോ ഹലോ ഹലോ, ഓക്കെ അല്ലേ സാർ? എവിടെ? നമ്മുടെ ആളെ കാണാനില്ലല്ലോ. എന്റെ കോളെല്ലാം അവനെ ഹാൻഡിൽ ചെയ്യാറ്. MLA ആയതിനു ശേഷം ഈ കോളെല്ലാം ഒരു തലവേദനയാന്നേ. അതുകൊണ്ട് അവൻ ഏതെല്ലാം മാനേജ് ചെയ്യുന്നത്. അർജന്റ് കോള് വന്നപ്പോ ഒന്ന് പുറത്തു പോയതാ. ഓ ആണോ? ഓക്കെ. അടുത്ത ആഴ്ച അവന്റെ കല്യാണമാണ്. നിങ്ങൾ ഫാമിലി ആയിട്ട് വരണം. നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു ഫ്രണ്ട് അല്ലേ? ഞാൻ തീർച്ചയായിട്ടും വരും. ഇൻ കേസ് ഞാൻ ബിസി ആണെങ്കിൽ അച്ഛനും അമ്മയും എന്തായാലും വരും. സന്തോഷം വേദാന്ത്. നിങ്ങളുടെ ഫാമിലി ഫംഗ്ഷൻ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി നിങ്ങൾ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ, ജനം കൂടുന്നിടത്ത് വന്നല്ലേ പറ്റൂ. ഒരു മിനിറ്റ്, പറഞ്ഞ കാര്യം മറക്കരുത്. ഉറപ്പായിട്ടും. അതെ, എല്ലാം കഴിഞ്ഞ് നമുക്ക് പോവാം. വാ. അയ്യോ, ഇങ്ങനെ തിരക്ക് പിടിക്കല്ലേ. അമൂല്യ വന്നോട്ടെ. അവളെ ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ പറ്റുമോ? എന്തൊരു കഷ്ടം ഇത്. എപ്പോ നോക്കിയാലും അവളെ കാണാണ്ടാവും. ഒന്ന് ഫോൺ ചെയ്ത് നോക്കി, എവിടാന്നൊന്നും അറിയാലോ. അയ്യോ, അപ്പം മുതൽ വിളിച്ചു നോക്കുന്നതാ, കിട്ടുന്നില്ല. ആരും ടെൻഷൻ അടിക്കണ്ട. റൗഡി കൊച്ചിനെ എന്റെ സ്വന്തം ചേട്ടൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. നോ വറീസ്. വിക്കി, നീ ഒന്നും മിണ്ടരുത്, ചുമ്മാ നിന്നാ മതി. ഇത്ര നേരം എവിടെ പോയിരുന്നു? ചേച്ചി, ഒന്ന് ചുമ്മാ ഇരിക്കേ. പ്രമി, ചിലർക്ക് മര്യാദയ്ക്ക് പറഞ്ഞ മനസ്സിലാവില്ല. അതുകൊണ്ടാ ഇങ്ങനെ. വാഷ്റൂമിൽ പോയതാ, അതും ഇപ്പൊ പറഞ്ഞിട്ട് പോണോ? ശരി, നടക്ക് പോകാം. വാ മോളെ. ആരതി, വേഗം വാ. ഈ അമൂല്യ എവിടെ പോയതാ? എങ്ങോട്ടെങ്കിലും പോട്ടെ, നിനക്കെന്താ? നീ എന്തിനാ അവളെ പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നേ? അല്ല, അവളെ പറ്റി വെറുതെ അങ്ങോട്ട് ചിന്തിച്ചല്ല. എന്റെ കമ്പനി അഡ്മിൻ ആയിട്ട് ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തതല്ലേ അവള്. അപ്പൊ അവളെ പറ്റി ആലോചിക്കണ്ടേ?
ഓൾറെഡി എല്ലാവരും പോയി കഴിഞ്ഞു. ഇനി ആകെ 2-3 ആൾക്കാർ കാണും. എന്നാ പിന്നെ നിനക്കും പോയിക്കൂടെ? അല്ല, അവളെ കാണാതെ ഇപ്പോ ഞാൻ മാത്രം എങ്ങനെ വീട്ടിലേക്ക് പോവാ? വിക്കി കുടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ സിദ്ധാർത്ഥേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ബെഡ്റൂം വരെ ഒന്ന് കൊണ്ടുവിടാൻ. ചേട്ടൻ വന്ന് കൂടെ പൊക്കോണേ. നീ എവിടെയോ പോയി. എവിടെയും പോയില്ല, പക്ഷെ ഇപ്പൊ പോണം. ഞാനിവിടെ വിക്കിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാല് എല്ലാവർക്കും ഡൗട്ട് ആവും. ബൈ. ആരതി പോവല്ലേ? എന്താ? യു ആർ സോ സ്വീറ്റ്. ഉറങ്ങുമ്പോ സൂക്ഷിക്കണേ, എങ്ങനെ ഉറുമ്പ് കടിച്ചാലോ. ഇങ്ങനെ ചിരിക്കല്ലേ. ഒന്നാമതേ ഞാൻ നല്ല മൂഡില. നീ ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാ ഇപ്പോൾ എന്റെ എല്ലാ കൺട്രോളും കൈവിട്ടു. അതിലൊരു തീരുമാനമായി. ബൈ. ശരിക്കും അക്കാര്യത്തിലൊരു തീരുമാനമായി. ഹലോ ബോസ്, ഇതെന്താ മേത്തേക്ക് വന്ന് വീഴുന്നേ? എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഡോർ മുട്ടുന്നേ? ഇവിടെ ലേഡീസ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവുന്ന അറിയില്ലേ? Damn it. നിന്റെ സ്വഭാവം ഒരിക്കലും മാറില്ലടി. ഞാൻ കഥകിൽ തട്ടിയില്ല, അത് വേറെ ആരെങ്കിലും ആയിരിക്കും. നീ അല്ലെങ്കിൽ നിന്നെ പോലെ വേറൊരാള് ശല്യം ചെയ്തു എന്ന് പറഞ്ഞത് കള്ളമല്ലല്ലോ. എല്ലാവരും പോവാൻ നോക്കുക. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? നിനക്കാരും ട്രോഫി തരാനൊന്നും പോകുന്നില്ല. നിന്റെ ഡാൻസ് അത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല. അതെ, ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാ. എന്റെ ലൈഫില് ഞാൻ തന്നെയാ ഹീറോയിൻ. Just stop it. എല്ലാരും നിന്നെ കാത്തു നിൽക്ക, വേം വാ. എല്ലാരും വെയിറ്റ് ചെയ്യുന്നുണ്ടോ അതോ നിങ്ങളാണോ വെയിറ്റ് ചെയ്യുന്നേ? ഇങ്ങനെ ചീപ്പായി സംസാരിക്കാൻ നാണല്ലേടി നിനക്ക്? നിങ്ങൾ ശരിക്കും എന്റെ ഫാനാ. നിങ്ങൾക്ക് എന്നോട് ലൈറ്റ് ആയിട്ടൊരു ക്രഷ് ഉണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാനെന്തിനാ നാണിക്കുന്നേ? ലൈറ്റ് നന്നാക്കാൻ വന്ന ആളോട് ഇത് വേദാന്ത് മേനോന്റെ കമ്പനിയാണോ? അയാള് മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റും ആണെന്ന് നീ പറയുന്നുണ്ടായിരുന്നല്ലോ. എന്നോട് നേരിട്ട് വഴക്കിടുന്ന നീ ഞാൻ ഇല്ലാത്ത സമയത്ത് വേറെ ആൾക്കാരോട് എന്നെ പുകഴ്ത്തി പറയുന്നില്ലേ? എന്നിട്ട് അവരത് എന്നോട് പറയുമ്പോ അതൊക്കെ കേട്ട് എനിക്ക് നിന്നോട് ക്രഷ് വരുമെന്ന് നീ വിചാരിച്ചോ? ഇങ്ങനത്തെ നോൺസെൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നീ നിർത്ത്. ഞാൻ വേദാന്ത് മേനോനാണ്. എനിക്ക് ലോകത്ത് ഒരു പെണ്ണിനോട് ക്രഷ് തോന്നില്ല, അത് നിന്നെ പോലൊരു കഴുതയോട്. നോ ബ്ലഡി വേ. ആയിക്കോട്ടെ, ആരോടും ക്രഷ് തോന്നിയില്ലെങ്കിലേ പോയി വല്ല സന്യാസിയാവും. നിനക്ക് അത് തന്നെയാ പറ്റുന്നേ. ഇതുപോലെ മുഖം വീർപ്പിച്ച് നടക്കുന്നതിലും നല്ലത് വല്ല കാവ്യ കൊടുത്ത് സന്യാസിയാവുന്നതാ. അപ്പൊ മനസ്സിന് കൺട്രോൾ കിട്ടിക്കോളും. അഹങ്കാരി, ദേഷ്യക്കാരൻ. അമ്മേ, വേദനിക്കുന്നേ. അതെ, നീ എന്താ ഈ കിടന്ന് ഒച്ച വെക്കുന്നേ? സ്റ്റോപ്പ് ഇറ്റ്. മുടി എവിടെയെങ്കിലും കുടുങ്ങിയ എത്ര വേദന എടുക്കുന്ന നിങ്ങൾക്ക് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നേ? പെട്ടെന്ന് എന്താ പറ്റിയേ? എനിക്ക് തല നന്നായിട്ട് വേദനിക്കുന്നു. അയ്യോ അമ്മ, വേദനിക്കുന്നേ. ഒന്ന് ഒച്ച വെക്കാതിരിക്കോ? അയ്യോ അമ്മേ, ഒച്ച വെക്കല്ലേ. ഇനി എന്തായി നോക്കി നിൽക്കുന്നേ? ഇപ്പൊ ശരിയായില്ലേ? ഇനി പോവാൻ നോക്ക്. പോകാൻ നിർത്ത. നീ ഇങ്ങനെ മുമ്പിൽ കയറി നിൽക്കുവല്ലേ? ശരി ശരി, വേഗം ഇറങ്ങ്. ഇവന്റെ മോന്ത ഇങ്ങനെ ഇരിക്കുള്ളോ? ഇവൻ പറഞ്ഞു നോർത്ത് ഞാൻ എന്തിനാ പെട്ടെന്ന് പോന്നേ? എനിക്കറിയായിരുന്നു, എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു നീ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമെന്ന്. എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എത്രയൊക്കെ ആയാലും നിനക്ക് എന്നോട് ലൈറ്റ് ആയിട്ടൊരു ക്രഷ് ഉണ്ടല്ലോ ബോസ്.
നിങ്ങൾക്ക് വേണ്ടേ? നിന്നെ വേണമായിരുന്നു. നിന്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ കല്യാണത്തിന് വന്നേക്ക് കേട്ടോ. നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിച്ചേ? ഞാൻ എങ്ങോട്ടും വരില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? വന്നേ പറ്റുള്ളൂ. ഇതൊന്ന് നോക്കിയേ. അയ്യോ ചേച്ചി, ചേച്ചി നീ ഡ്രസ് ചേഞ്ച് ചെയ്തോ? ഞാൻ ഡ്രസ് മാറുന്നില്ല. ഞാനൊന്ന് വാഷ്റൂം പോയിട്ട് വരാവേ. നിന്റെ നാത്തൂൻ ഇതിലും ഡീറ്റെയിൽ ആയിട്ട് എന്റെ കയ്യിലുണ്ട്. ശരിക്കും പറഞ്ഞാ ഞാൻ നിന്റെ വീഡിയോ എടുത്ത് നിന്നെ കാണിച്ച് പേടിപ്പിക്കാനായിരുന്നു. എന്നാ ജസ്റ്റ് നീ മിസ്സായിപ്പോയി. എന്നാലും കുഴപ്പമില്ല. നിന്റെ നാത്തൂനും നല്ല സുന്ദരിയാ. അവളുടെ വീഡിയോ എടുത്തത് നന്നായിന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. എന്താ ഇതൊക്കെ? നിക്ക് നിക്ക് നിക്ക്, ഇതെല്ലാം ഞാൻ മനഃപൂർവ്വം ചെയ്തതാ. ആ ഹീറോയിന്റെ മാനം പോകുമെന്ന് പറഞ്ഞ് അത്രയും സീൻ ഉണ്ടാക്കിയത് നീയല്ലേ? അപ്പോ നിന്റെ നാത്തൂന്റെ മാനത്തിന് വിലയുണ്ടാവില്ലേ? നാളെ കഴിഞ്ഞ് മൈസൂർ വെച്ച് എന്റെ കല്യാണം. അന്ന് നമ്രത വന്നില്ലെങ്കിലും നോ പ്രോബ്ലം. നീയും ഒരു ഹീറോയിനേക്കാൾ ഒട്ടും മോശമല്ല. വണ്ടി അയച്ചേക്കാം, വന്നേക്കണം. ആദ്യ അമ്മുനെ കണ്ടായിരുന്നു നീ? അവൾ എന്തേലും ജോലി തിരക്കിലായിരിക്കും. നിങ്ങൾ പൊക്കോളൂ, കാർ റെഡി ആയിട്ടുണ്ട്. ഡ്രൈവർ നിങ്ങളെ ഡ്രോപ്പ് ചെയ്ത് തരും. അയ്യോ, കാറിന്റെ ഒന്നും ആവശ്യമില്ല മോനെ. നീ ഞങ്ങളെ ഈ പാർട്ടിക്ക് തന്നെ വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഞങ്ങളൊരു ഓട്ടോ വിളിച്ചു പോയിക്കോളാം. നീ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഇതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല അങ്കിൾ. ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾക്ക് പോകാനുള്ള കാർ അവിടെ ഉണ്ടാവും. സന്തോഷമായിട്ട് പൊക്കോളൂ. ചേട്ടാ, ഞാൻ ഈ പാർട്ടിയൊക്കെ സിനിമയിലെ കണ്ടിട്ടുള്ളൂ. അടിപൊളിയായിട്ടുണ്ട് ചേട്ടാ. ഞാൻ TV സീരിയലിലുള്ള ആരെയും കണ്ടിട്ടില്ല. ഇവരെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ചേട്ടാ. താങ്ക് യു ചേട്ടാ. വേദാന്ത്, ഞങ്ങൾ ഇറങ്ങാൻ പോവാ. സിദ്ധാർത്ഥ്, നമുക്ക് ഇറങ്ങാം. അമ്മ നടന്നോ? ഞങ്ങൾ വരാം. ശരി മോനെ. ചേച്ചി വരൂ. ശരി. വേദാന്ത്, ഞാൻ അമ്മയോടൊപ്പം പോവാ. നീ വേഗം വാ. ശരി അമ്മേ. വിക്കിയെ ഞാൻ വീട്ടിലാക്കിക്കോളാം. അങ്ങനെയാ ആരതിയുടെ ഓർഡർ. ഓർഡറോ? ഇനി മുതൽ അവളാണല്ലോ ഹോം മിനിസ്റ്റർ. ഒരു കണക്കിന് നല്ലതാ. ഇന്നു മുതലെങ്കിലും വിക്കിയെ കൺട്രോളിൽ കിട്ടുമല്ലോ. ശരി, നിങ്ങൾ അവനെ കൂട്ടിക്കോ. ചേട്ടാ, ചേട്ടനീ ആരെ നോക്കുന്നത് ഞങ്ങക്ക് നന്നായിട്ടറിയാം. വിഷമിക്കാതെ ചേട്ടാ. ചേച്ചേ, വാട്ട് നോൺസെൻസ്. അങ്ങനെയൊന്നുമില്ല.
ഇതവരുടെ മാനം പോകുന്ന കാര്യമാണ്. വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ 1 മിനിറ്റ് കൊണ്ടാണ് എല്ലാവരും കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ എങ്ങാനും ഇത് വന്നാൽ 1 മിനിറ്റ് കൊണ്ട് എല്ലാ സന്തോഷങ്ങളും ഇല്ലാണ്ടാവാനാ പോകുന്നേ. ദൈവമേ, അങ്ങനെ എങ്ങാനും സംഭവിച്ചു പോയാ ആ വീഡിയോ കാണിച്ചിട്ട് എന്നോട് അങ്ങോട്ട് വരാനാണല്ലോ പറയുന്നത്. ഒരു പക്ഷേ ഞാൻ പോയാ അവൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യൂ. അവൻ ഡിലീറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിന് എന്താ ഉറപ്പുള്ളത്? ആ വീഡിയോ കാണിച്ചെങ്ങാനും ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയ ഇവൻ ഇത്ര വൃത്തികെട്ടവനാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ അവിടേക്ക് പോകുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? എൻ്റെ ദൈവമേ, ഞാൻ ഇനി എന്താ ചെയ്യാ? എനിക്കിപ്പോൾ നീയാ വഴി കാണിച്ചു തരേണ്ടത്. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. അമൂല്യ, ഒന്ന് നിക്ക അമൂല്യ. നിന്നോടാ പറഞ്ഞു നിക്കാൻ. ഞാൻ പറഞ്ഞ നീ കേട്ടോ അതോ കേൾക്കാത്ത ഭാവത്തിൽ പോവാണോ? നീ എങ്ങോട്ടേ ഒറ്റയ്ക്ക് നടന്നു പോകുന്നേ? നിന്നോടാ ഈ ചോദിക്കുന്നേ. പാർട്ടിയിൽ നല്ല ആക്റ്റീവ് ആയിരുന്നല്ലോ, ഇപ്പൊ നിനക്ക് എന്താ പറ്റിയേ? അല്ല, അത് ഈ രാത്രി ഒറ്റയ്ക്ക് നടന്നു പോണ്ട. എവിടെ പോകേണ്ടത് വെച്ചാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ. അഞ്ജു, നീ പോയി ഗേറ്റിന്റെ താക്കോൽ എടുത്തിട്ട് വന്നേ. ഞാൻ ഗേറ്റ് പൂട്ടിയിട്ടോളാം. വേഗം വരണേ. ചേച്ചി, വേഗം ചെന്ന് അമ്മയെ സഹായിക്കാൻ നോക്കി. വെറുതെ ഇരുന്ന് സമയം കളയരുത്. ചെല്. ശരി ചേച്ചി. ഒക്കോ. നീ ഇതുവരെ പോയില്ലേ? ഏയ്, വിക്കി എന്താ ഇവിടെ? ആ അത് പിന്നെ ഞാൻ ചാടി വന്നതാ. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. വിക്കി എന്താ ഇവിടെ? ഇങ്ങോട്ട് വന്നത് ഒറ്റയ്ക്കാണോ? ആളെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാനെന്താ തല്ലുണ്ടാക്കാൻ വന്നതാ? ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ. മിണ്ടാതിരിക്കണ്ടേ വിക്കി. ഈ കോലത്തിൽ വിക്കി ആരെങ്കിലും ഇവിടെ കാണുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമാവും. വീട്ടിലേക്ക് പോകാനുള്ളതിന് ഇങ്ങോട്ട് എന്തിനാ വന്നേ? വിക്കി ഇപ്പോ സീരിയസ് ആയിട്ട് ഇരിക്കുന്നത്. ചുമ്മാ അങ്ങനെ വായിത്തൊന്നും വിളിച്ചു പറയില്ല, ഒന്നും ചെയ്യേ. എനിക്ക് ബലമായിട്ടുള്ളൊരു കാരണം ഉള്ളതുകൊണ്ടാ ഞാനിങ്ങോട്ട് വന്നേ. എന്താ? എനിക്ക് നിന്നോട് താങ്ക്സ് പറയാൻ തോന്നി. പെട്ടെന്ന് ഇവക്ക് എന്തു പറ്റി? പാർട്ടിയിൽ നല്ല ആക്റ്റീവ് ആയിരുന്നല്ലോ. ഈ രാത്രി ഇവളെങ്ങോട്ടെ ഒറ്റയ്ക്ക് പോകുന്നേ? ഒരു വിവരവും ഇല്ല. ഹലോ, കാറിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നുണ്ടല്ലോ. ഞാനാരാ? നിന്റെ ഡ്രൈവറാണ്. ഇങ്ങനെ സൈലന്റ് ആയിരുന്ന നല്ല കുട്ടിയാന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങണ്ട. നായയുടെ വാല് 12,000 കൊല്ലം കുഴലിലിട്ടാലും അത് നിവരാനൊന്നും പോകുന്നില്ല. അത് വളഞ്ഞേ ഇരിക്കൂ. ഞാൻ പറയുന്നതിന് ഡബിൾ കൗണ്ടർ അടിച്ചോണ്ടിരുന്ന ആളാ.
ഇവളെന്താ ഈ സൈലന്റ് ആയിരിക്കുന്നേ? എക്സ്ക്യൂസ് മീ, നിന്നോടാ ഈ ചോദിക്കുന്നേ. എന്താ നിനക്ക് പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല. ഒന്നും പറ്റിയില്ലേ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ് നിന്നെ കളിയാക്കിയിട്ടും ഒറ്റ വാക്കിൽ ഒതുക്കിയോ? അൺബിലീവബിൾ. മലയാളം ഡിക്ഷണറിയിലെ എല്ലാ വാക്കും ഒറ്റ സമയത്ത് സംസാരിക്കുന്ന നീ ഇന്നിങ്ങനെ സൈലന്റ് ആയിരിക്കുന്ന കണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആരും ഇല്ലാത്ത റോഡിലൂടെ പാതിരാത്രി നടന്നു പോകുന്നുണ്ടല്ലോ. നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. വന്നപ്പോ ഓട്ടോയിലാ വന്നത്. ഈ സമയത്ത് ഓട്ടോയൊന്നും കിട്ടില്ലെന്നറിഞ്ഞപ്പോ നടന്നെന്ന് മാത്രം. എല്ലാം സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് ചെയ്തോ. നിന്നെ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓട്ടോ ഇല്ലെങ്കിൽ എന്താ, എന്നോടൊന്ന് പറഞ്ഞൂടെ? ഞാൻ ഡ്രോപ്പ് ചെയ്യായിരുന്നല്ലോ. പടക്കക്കടയ്ക്ക് തീ കൊളുത്തിയ പോലെ സംസാരിച്ചിരുന്നു ഇവള്. അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കുന്ന പോലും ഇല്ലല്ലോ. എന്തോ നടന്നിട്ടുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. എടി കഴുതേ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാ നീ അതിന് ഉത്തരം പറയൂ. ഈ പാലും മുട്ടയും തരുന്ന ഈ ലോകത്തിലെ ഒരേ ഒരു ജീവി ഏതാന്ന് നീ പറ. അറിയില്ല. അറിയില്ല എന്ന് പറയാൻ വലിയ എളുപ്പമാ. അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക്. ചിന്തിച്ചാലും ഇത് തന്നെയായിരിക്കും എന്റെ ഉത്തരം. ശരി, ഞാൻ തന്നെ പറയാം. പറ. അംഗൻവാടി ടീച്ചർ. എന്റെ ഇത്രയും വർഷത്തെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇത്രയും വലിയൊരു തമാശ പൊട്ടിച്ചിട്ട് നീ പിന്നെയും മോന്ത വീർപ്പിച്ചിരിക്കുകയാണോ? മനസ്സിലായി, ഇവക്ക് വിശക്കുന്നുണ്ടായിരിക്കും. പാർട്ടിയിൽ ഗ്യാപ്പ് കിട്ടാത്തോണ്ട് ഇവളൊന്നും കഴിച്ചു കാണാൻ ചാൻസ് ഇല്ല. നിനക്ക് നന്നായി വിശക്കുന്നുണ്ടല്ലേ? പാർട്ടിയിൽ എത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു? വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, ചൈനീസ്. എന്തെങ്കിലും കുറച്ചെടുത്ത് കഴിക്കായിരുന്നില്ലേ? ഇപ്പൊ ഇങ്ങനെ വിശന്നിട്ട് കണ്ണും തുറപ്പിച്ച് നോക്കിയിരുന്ന ഈ രാത്രി ഇനി ഏത് ഹോട്ടലാ ഉണ്ടാവുക? ഒരു പാക്കറ്റ് ബ്രെഡ് പോലും കിട്ടില്ല. പാർട്ടി സമയത്ത് വിശക്കൊന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാ കഴിക്കാത്തെ. എന്നാ ഇപ്പോഴും അത്രയ്ക്ക് വിശപ്പൊന്നും തോന്നുന്നില്ല. നിങ്ങൾ എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ച ഇവക്ക് മനസ്സിലാവില്ല. നല്ല കുട്ടിയായിട്ട് ഡ്രോപ്പ് ചെയ്യാനൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. വിശപ്പ് കാരണം രണ്ടുപേരും ഇളകിയിട്ടുമുണ്ട്. ചേട്ടാ, ഒരു സെക്കൻഡ് പ്ലീസ്, ക്ലോസ് ചെയ്യല്ലേ. സാർ, സാറിന്റെ പേര് വേദാന്ത മേനോൻ എന്നല്ലേ? അച്ഛാ, ഇദ്ദേഹം വലിയ ബിസിനസ്മാനാ. ഒരു ദിവസം ടിവിയിലും കണ്ടിരുന്നു. അതെ മോനെ, ഞാനാ വേദാന്ത്. അത് എന്റെ ഫ്രണ്ടിന് വല്ലാതെ വിശക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ 2 ദോശ ചുട്ടുതരാവോ?